നമസ്കാരം. റഷ്യൻ ലോകകപ്പ് ഫുട്ബോൾ വാർത്തകളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. ലോകകപ്പിലെ ബ്രസീൽ ബെൽജിയം സൂപ്പർ പോരാട്ടത്തിന് കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം. ഇന്ന് രാത്രി 11:30 കസാൻ സ്റ്റേഡിയത്തിലാണ് കിക്ക് ഓഫ്. ഫൈനലിന് മുമ്പുള്ള ഫൈനലായും ലോകകപ്പിലെ ഏറ്റവും മികച്ച മത്സരമായും വിലയിരുത്തപ്പെടുന്ന കളിയിൽ ആർക്കും ജയിക്കാവുന്ന സ്ഥിതിയാണ്. ആത്മവിശ്വാസത്തോടെയാണ് ബ്രസീൽ ക്വാർട്ടർ ഫൈനലിനായി ഇറങ്ങുക. ടീമിന്റെ എല്ലാ ഘടകങ്ങളും ഇതുവരെയുള്ള മത്സരങ്ങളിൽ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. മുന്നേറ്റവും മധ്യനിരയും പ്രതിരോധവും ഒന്നിനൊന്ന് മെച്ചമാണ്. ബ്രസീലിന്റെ തനതായ ഫുട്ബോൾ ചരിതയിൽ കളിക്കാർ കളം നിറഞ്ഞ് കളിക്കുമ്പോൾ നിർദ്ദേശങ്ങളുമായി പരിശീലകൻ ടിറ്റയും ഒപ്പമുണ്ടാവും. ലോകകപ്പിൽ അത്ഭുതങ്ങൾ കാട്ടാനെത്തിയ ബെൽജിയത്തിന്റെ സുവർണ തലമുറയുടെ അവസാന മത്സരമാണ് കസാനിലേത്. ബ്രസീലിനോട് തോറ്റാൽ ടീമിന് നിരാശയോടെ നാട്ടിലേക്ക് മടങ്ങാം. ഇനിയൊരു ലോകകപ്പിന് പ്രതീക്ഷ പോലും ഇല്ലാതെയായിരിക്കും ബെൽജിയത്തിന് മടക്കം. അതേസമയം ഇതുവരെയുള്ള കളികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ബെൽജിയം ബ്രസീലിനെ നേരിടാൻ തയ്യാറായാൽ സെമിയിൽ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യാം. നിർണായകമായ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ നിർണായകമായ മാറ്റങ്ങൾ വരുത്തി ബ്രസീലും ബെൽജിയവും തയ്യാറെടുത്തിരിക്കുകയാണ്. ബ്രസീൽ നിരയിൽ 2 മാറ്റങ്ങളാണുള്ളത്. സസ്പെൻഷൻ നേരിടുന്ന കസമോറയ്ക്ക് പകരം ഫെർണാണ്ടിനോ ആദ്യ 11-ലെത്തി. പരിക്കേറ്റ് അവസാന മത്സരത്തിൽ പുറത്തിരുന്ന മാർസലോ ആദ്യ 11-ൽ തിരിച്ചെത്തുകയും ചെയ്തു. ബെൽജിയം നിരയിലും മാറ്റങ്ങളുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ കളിയുടെ ഗതി മാറ്റിയ ഫെല്ലനി ആദ്യ 11-ൽ എത്തി. ബ്രസീലിന്റെ താരങ്ങൾ ഇവരൊക്കെയാണ്: അലിസൺ, ഫാഗ്നർ, തിയാഗോ സിൽവ, മിറാണ്ട, മാർസലോ, പൗലിഞ്ഞോ, ഫെർണാണ്ടിനോ, കുട്ടീഞ്ഞോ, വില്യൻ, ഗബ്രിയൽ ജീസസ്, നെയ്മർ എന്നിവരടങ്ങുന്നതാണ് ബ്രസീലിന്റെ താരനിരകൾ. ബെൽജിയത്തിന്റെ താരനിരകൾ നോക്കുകയാണെങ്കിൽ കോട്ടോയ്സ്, അൽഡർവെൽഡ്, കോമ്പനി, വെട്ടോഗൻ, മെയ്നർ, ഫെല്ലൈനി, വിറ്റ്സൽ, ചാഡിൽ, ഈഡൻ ഹസാർഡ്, ലുക്കാക്കു, ഡി ബ്രെയിൻ എന്നിവരടങ്ങിയതാണ് ബെൽജിയത്തിന്റെ താരനിരകൾ. അതേസമയം റഷ്യൻ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ നേരിടാൻ ഒരുങ്ങുന്ന ബ്രസീലിന് തിരിച്ചടിയായി സൂപ്പർ താരത്തിന്റെ പരിക്കും ബ്രസീലിനെ അലട്ടിയിരിക്കുകയാണ്. ബ്രസീലിന്റെ മാഞ്ചസ്റ്റർ സിറ്റി ഫുൾ ബാക്ക് താരമായ ഡാനിലോ ഇനി റഷ്യൻ ലോകകപ്പിൽ കളിക്കില്ല. ബ്രസീലിന്റെ ആദ്യ മത്സരത്തിൽ തന്നെ താരത്തിന് പരിക്കേറ്റിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പരിശീലനത്തിനിടെയും താരത്തിന് വീണ്ടും പരിക്കേറ്റതാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത്. പരിക്ക് അത്ര ഗുരുതരമല്ലെന്ന വാർത്തകളാണ് ആദ്യം വന്നതെങ്കിലും താരത്തിന് ലോകകപ്പിൽ തുടരാൻ സാധിക്കില്ലെന്ന് ബ്രസീൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയായിരുന്നു. ഡാനിലോയുടെ ലോകകപ്പ് സ്വപ്നങ്ങൾ പൊളിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ പൊസിഷനിൽ കോറിന്ത്യൻസിന്റെ താരമായ ഫെക്നറായിരിക്കും ഇനിയുള്ള മത്സരങ്ങളിൽ കളിക്കുക. എന്നാൽ ഡാനിലോയുടെ അത്ര പരിചയസമ്പത്ത് താരത്തിന് ഇല്ലാത്തതാണ് ബ്രസീലിന് തിരിച്ചടിയാവുന്നത്. എന്തായാലും കളി തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ആര് ജയിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.